ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരുപാട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും വീഡിയോ ക്ലാസ്സുകളും എല്ലാം നൽകുന്ന ചാനലാണ് ഓപ്പൺ ഔട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. നാളെ കേരളത്തിലാകമാനം വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള KSU ആണ് നാളെ കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാരണം, വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിക്കാനുള്ള കാരണം നമുക്കറിയാം. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രശ്നം ഇപ്പോൾ നടക്കുന്നുണ്ട്. +1 ഇപ്പോഴും നിരവധി കുട്ടികൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല, അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എന്ന പരാതി ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ കേരളത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനെ തുടർന്ന്, അതായത് +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുക എന്ന ആവശ്യവുമായിട്ടാണ് നാളെ കേരളത്തിലാകമാനം വിദ്യാഭ്യാസ ബന്ദ് നടത്താൻ KSU എന്ന വിദ്യാർത്ഥി സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. സോ നാളെ കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ദ് നടക്കുകയാണ്. ഇനി നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, വിദ്യാഭ്യാസ ബന്ദ് നടക്കുന്നത് കൊണ്ട് സ്കൂളുകൾക്ക് അവധി ഉണ്ടാകുമോ, സ്കൂളുകൾ ക്ലാസ് ഉണ്ടാകുമോ എന്നാണ്. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു എന്നാൽ അതിനർത്ഥം സ്കൂളുകൾ അവധി എന്നല്ല. എന്നാൽ അതേസമയം സ്കൂളുകൾ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ സാധാരണ പോലെ തന്നെയായിരിക്കും നടക്കുക. പക്ഷേ നമുക്കറിയാം, ഒരു വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സമരക്കാർ പലപ്പോഴും പല സ്കൂളുകളിലും വരാറും അധ്യയനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കാറും ഒക്കെയുണ്ട്. ആ രീതിയിൽ ഒരു പക്ഷേ ചില സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ പല സ്കൂളുകളിലും അധ്യയനം മുടങ്ങിയേക്കാം എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസം കോഴിക്കോട് വിദ്യാഭ്യാസ ബന്ദ് നമുക്ക് അങ്ങനെ സംഭവിച്ചിരുന്നു. അതിനർത്ഥം എല്ലാ സ്കൂളുകളിലും അങ്ങനെ സംഭവിക്കുന്നൊന്നുമല്ല. കുറേ സ്കൂളിലൊക്കെ അങ്ങനെ സംഭവിച്ചേക്കാം. അത് സമരത്തിൻ്റെ ഒരു രൂക്ഷത അനുസരിച്ചുണ്ടാവും. അല്ലാതെ സ്കൂളുകൾക്ക് അവധിയോ കാര്യങ്ങളോ ഒന്നും പ്രഖ്യാപിക്കുകയൊന്നുമില്ല. കുട്ടികൾ ക്ലാസ് തീർച്ചയായിട്ടും പോകണം. അതും സമാധാനപരമായിരിക്കാൻ തന്നെയാണ് സാധ്യത. സാധാരണ വിദ്യാഭ്യാസ ബന്ധങ്ങളൊക്കെ സമാധാനപരമായിരിക്കും. പക്ഷേ ഈ രീതിയിൽ സമരം രൂക്ഷമാവുകയാണെങ്കിൽ ചില സ്കൂളുകളൊക്കെ ചിലപ്പോൾ ക്ലാസ്സുകൾ വിടേണ്ട സാഹചര്യമൊക്കെ വരാറുണ്ട്. അതിനർത്ഥം നാളെ നടക്കുമെന്നല്ല, അങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് മാത്രമേ പറയാറുള്ളൂ. വീണ്ടും കാണാം. താങ്ക് യു.